ഗ്രാൻഡ് ഫിനാലെ തുടങ്ങിയത് തന്നെ നമ്മുടെ CID രാംദാസിനെയും ലാലേട്ടനെയും കാണിച്ചിട്ടാണ്. വിന്നർ ആരാവുമെന്ന് ലാലേട്ടൻ രാംദാസിനോട് സൂചനയൊക്കെ ചോദിക്കുന്നുണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്നാണ് പുള്ളി പറഞ്ഞത്. എന്നിട്ട് വേക്കപ്പ് സോങ് ആയിരുന്നു, ലൈവ് ആയിരുന്നു വേക്കപ്പ് സോങ് ഒക്കെ. വിധു പ്രതാപും സിത്താരയും വന്നു. സ്റ്റാർ സിംഗറിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് രണ്ടുപേരും വന്നത്. ഡാൻസേഴ്സും ഒക്കെ ആയിട്ടാണ് വന്നത്. സാധാരണ രാവിലെ എണീക്കുന്ന പോലെ 5 പേരും എണീറ്റു. ജിൻഡോ ഒറ്റയ്ക്ക് ഡെൻ റൂമില്, അർജുൻ സോഫയിലായിരുന്നു എന്ന് തോന്നുന്നു. പിന്നെ ഋഷിയും അഭിഷേകവും രണ്ടുപേരും പീപ്പിൾസ് റൂമിൽ. വിധുവും സിതാരയും എല്ലാവരോടും സംസാരിക്കുന്നുണ്ട്. ഞാൻ ഇവിടെ വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ വിധു പറയുന്നുണ്ട്. അവരുടനെ തന്നെ പോകുന്നുണ്ട് കേട്ടോ, ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം. എന്നിട്ടാണ് ലാലേട്ടന്റെ മാസ് എൻട്രി. കടവുളെ പോലെ ആ പാട്ടും പിന്നെ സാഗർ ഇലിയാസ് റീലോഡഡ് തീം സോങ് വെച്ച് ലാലേട്ടൻ വരുവാണ്. ഇൻട്രോ പറയുന്നു. എക്സ് കണ്ടസ്റ്റന്റിലെ സ്റ്റേജിലേക്ക് ഇപ്പോ ക്ഷണിച്ചു. അവരുടെ ഇൻട്രോ സോങ് മറ്റേ അർമാദം സോങ് ആയിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ എൻട്രി എല്ലാവരുടെയും. അവരുടെയൊക്കെ റീ എൻട്രി കണ്ടപ്പോ ഞാനിങ്ങനെ ആലോചിക്കുമായിരുന്നു, ആ കൂട്ടത്തിൽ ജാസ്മിൻ മാത്രമേ ഒരു പുലിക്കുട്ടിയെ പോലെ ആ വീട്ടില് ബാക്കിയുള്ളൂ, സ്ത്രീജനമായിട്ട്. വേറുള്ള എല്ലാവരും പുറത്തായി ഫീമെയിൽ കണ്ടസ്റ്റൻസില്. അത് പറഞ്ഞപ്പോഴാണ് ശ്രീധുവിന്റെ മാഷപ്പ് ഒക്കെ ഇപ്പൊ കാണിച്ചു. ആ കൂട്ടത്തിലെ ഏറ്റവും ഡ്രൈ ആയിട്ടുള്ള മാഷപ്പ് ഒരുപക്ഷെ ശ്രീധുവിന്റെ ആയിരിക്കും. ഒട്ടും മൂമെന്റുകളെ ഇല്ല. എങ്ങനെ ഇത്രയും സാധനങ്ങൾ കണ്ടുപിടിച്ചു എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇത് കഴിഞ്ഞിട്ട് ലാലേട്ട സായിയോടും പിന്നെ പൂജയോടും ഒക്കെ ഒരു കുശലാന്വേഷണം പോലെയൊക്കെ ചോദിക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ. ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുമെന്നാണ് പറഞ്ഞത്. മറ്റൊരു ഗ്രാൻഡ് ഫിനാലെ അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.